ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മുടെ വിൻ്റർ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നാളെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യും. ബാക്ക് ടു വർക്കാണ് നാളെ മുതൽ. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസത്തെ പോലെ ഉഴപ്പാൻ നമുക്ക് പറ്റില്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പറ്റുന്ന പോലെ റെക്കോർഡ് ചെയ്തു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വർക്ക് ചെയ്യുന്നവർക്കായിട്ടുള്ള മീൽ പ്രെപ്പ് ഐഡിയാസൊക്കെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചെങ്കിൽ ഇത്തവണയും നടന്നില്ല. കാരണം നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാനുള്ള ടൈം കിട്ടിയില്ല. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവും, മോർണിംഗ് വന്ന് കിടന്നുറങ്ങും, എണീക്കും, വീണ്ടും ജോലിക്ക് പോവും. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ റൊട്ടീൻ. അതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് മുതൽ അങ്ങനെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും ബീൻസ് 2-3 ദിവസത്തേക്കുള്ളത് അധികം തന്നെ ഉണ്ട്. അപ്പോൾ അത് 2-3 ദിവസത്തേക്കായിട്ട് തോരൻ പോലെ ആക്കി എടുത്ത് വയ്ക്കാമെന്ന് കരുതി അതരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർക്കിന് പോകുമ്പോഴുള്ള മെയിൻ എൻ്റെ സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ മോളുടെ കാര്യത്തിലാണ്. വേറെ ഒന്നുമല്ല, ആൾക്ക് ഞാൻ അടുത്തുള്ളത് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ ദിവസം മുമ്പ് തുടങ്ങി തന്നെ ഞാൻ പറഞ്ഞു, ഇനി 5 ഡേയ്സ് ഉള്ളൂ ഉമ്മയ്ക്ക് വർക്കിന് പോകാനായിട്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ ആളെ ഞാൻ മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഞാൻ നാളെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കത് ഭയങ്കര സങ്കടമാവും. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ആൾ ഒന്നും വിഷയമല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എങ്കിൽ പോലും ഇത്രയും ദിവസം നമുക്ക് കൂടെ ഒരുമിച്ച് കുറേ ടൈമൊക്കെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടി. അത് തീർന്നതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തി പരത്തി ഞാൻ വെച്ചു. അപ്പോൾ രാവിലെ ചുട്ടെടുക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ അവിടെ നമ്മൾ ലുലുവിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങി നോക്കിയതാണ്. കാരണം നാട്ടിൽ വെച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ്. അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ഇടയ്ക്ക് മേടിക്കണം എന്ന് ഓർക്കുമെങ്കിലും പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് തന്നെ മേടിക്കലില്ല. എന്തായാലും ഇത്തവണ കണ്ടപ്പോൾ മേടിച്ചു. ബട്ട് ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ഓറഞ്ച് കളർ, ഓറഞ്ചും ഒരു ഡാർക്ക് പീച്ചൊക്കെ പോലത്തെ ഒരു കളറിലാണ് ഇതിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ മധുരക്കിഴങ്ങിൻ്റെ ഒരു കളറേ അല്ല. ടേസ്റ്റും എനിക്ക് കഴിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും മോളും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. കുറച്ച് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. സന്ധ്യ കഴിയുമ്പോൾ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ ആൾ കുറച്ച് ദിക്കറൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോണിൽ യൂട്യൂബ് കാണാൻ കൊടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടി ധൃതി കൂട്ടിയിട്ടാണ് ബാങ്ക് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇതിൽ നടക്കുന്നത്. ഇനി നമുക്ക് ഈ വീക്കിലേക്കുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ തേച്ച് വെക്കാനുണ്ട്. ഞാൻ അധികം തേക്കേണ്ട ആവശ്യം വരാത്ത ഡ്രസ്സുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. അതാണ് കൂടുതൽ എളുപ്പം. ബട്ട് എന്നാലും 1-2 ഡ്രസ്സുകളൊക്കെ തേക്കേണ്ട ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അയൺ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാഗും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാഗൊക്കെ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് പൊടിയൊക്കെ പിടിച്ച് അതൊക്കെ ഒന്ന് തടച്ച് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതിലോട്ട് എടുത്തു വെക്കുകയാണ്. ഇനി ഞാൻ എപ്പോഴും മറക്കുന്ന 2 സാധനങ്ങളും കൂടി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. അതായത് എൻ്റെ ചാർജറും ID കാർഡും. എത്ര നമ്മൾ ലാപ്പ് ഫുൾ ചാർജാക്കി വെച്ചെന്ന് പറഞ്ഞാലും
കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഉച്ചയ്ക്ക് ആവാറാകുമ്പോഴേക്കും എൻ്റെ ചാർജ് തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കൂടുതലും അത് ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ലാ വരുന്നതായിരിക്കും. ബൈ.